ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാധാന്യമേറിയ രണ്ട് ദിക്റുകൾ എല്ലാവർക്കും അറിയുന്നതും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയതുമാണ്. പക്ഷെ അധിക പേരും അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മനസ്സിലാക്കാതെ അതിനെ നിസ്സാരമായിട്ട് കാണുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ആ രണ്ട് ദിക്റുകളുടെ മഹത്വങ്ങൾ ഒരു ചുരുങ്ങിയ നിലക്ക് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. വമിൻ അഫ്ളലി അൻവാഇ ദിക്രി വ അജ്മഇഹ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലും അതുപോലെ ഏറ്റവും വ്യാപക അർത്ഥമുള്ളതുമായ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ദിക്റുകളാണ്. ഒന്ന്, ഏറ്റവും പ്രാധാന്യമേറിയത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ ഒന്നിച്ചിട്ടുള്ളത്. ഇത് ചൊല്ലാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഖദ് വറദ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അന്നഹ ഖൈറുൽ കലാം, കലാമിൽ സംസാരത്തിൽ ഏറ്റവും ഖൈറായ കലാമാണ് ഈ പറഞ്ഞത്. വഅഹബ്ബുഹു ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുമാകുന്നു ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഇനി കൂടുതൽ പറയേണ്ടതില്ല. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇനിയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, ലി അൻ അഖൂൽ, ഞാൻ പറയൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഞാൻ ചൊല്ലുന്നത് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, അതായത് ഈ ഭൗതിക ലോകത്ത് ഏതൊക്കെ വസ്തുക്കളുണ്ടോ ദുനിയാവിനേക്കാളും അതിലെ സകല വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ദിക്ർ ചൊല്ലുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലഖീതു ഇബ്രാഹിം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു, ലൈലത്തൻ ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാത്രിയിൽ. ഫഖാൽ, അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റ അലാ ഉമ്മത്തിക അസ്സലാം, അങ്ങയുടെ ഉമ്മത്തികളോട് എൻ്റെ സലാം പറയണം എന്ന് പറഞ്ഞിട്ട് സലാം നമുക്ക് പ്രത്യേകം പറയുകയാണ്. എന്നിട്ട് പ്രത്യേകം നമ്മളോട് പറയാൻ പറയുന്നു, വാഖ്ബിർഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബഹ്, നിശ്ചയം സ്വർഗം എന്നത് അവിടുത്തെ മണ്ണ് ഏറ്റവും നല്ല മണ്ണാകുന്നു. അദ്ബത്തുൽ മാ, അവിടുത്തെ വെള്ളം ഏറ്റവും നല്ല ശുദ്ധമായ നല്ല വെള്ളമാണ് അവിടുത്തത്. വഅന്നഹ ഖീആനുൻ, അത് നല്ല സമനിലപ്പായ നല്ല പ്രദേശമാകുന്നു. വഅന്ന ഖിറാസഹ, അവിടെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള മരം അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ചെടി എന്ന് പറയുന്നത് അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ആകുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാകുന്ന നമ്മളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം സലാമും പറഞ്ഞിട്ട് നമ്മോട് ഇത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി ഒരു നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ അതുപോലെ മറ്റുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല വഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഫി ഹാദിഹിൽ കലിമാത്തിൽ അർബഅ, ഈ 4 കലിമത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാല ഹുൻ, ഈ 4 വാക്കുകൾ, ഈ 4 ദിക്റുകൾ ആരെങ്കിലും പറഞ്ഞാൽ, ഗുരിസത് ലഹു ബികുല്ലി വാഹിദത്തിൻ മിൻഹുന്ന ഷജറ, ഓരോന്നിനു പകരവും ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അവിടെ സ്വർഗത്തിൽ ഒരു നല്ലൊരു വൃക്ഷം, നല്ലൊരു മരം വെച്ച് പിടിപ്പിക്കുന്നതാകുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓരോ പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴും സ്വർഗത്തിൽ നമ്മളെ സ്ഥലം നമുക്കറിയാലോ. നമുക്ക് ഭൗതികമായിട്ട് ഈ ദുനിയാവിൽ ഒരു സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാകുന്നു. അപ്പൊ സ്വർഗത്തിൽ ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലം നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റിയ ഒരവസരമാണ് നമുക്ക് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മാത്രമല്ല
ഇനിയും നിങ്ങൾ കേൾക്കണം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലി അബൂദർദ റളിയല്ലാഹു അൻഹു, അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ, അബൂദർദ നീ പറയണം, ചൊല്ലണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി ചൊല്ലണം. നമ്മൾ 4 ദിക്റുകൾക്ക് പുറമെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി നീ ചൊല്ലൂ. ഫഇന്നഹുന്നൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാമല്ലോ ബാഖിയാത്തുസ് സാലിഹാത്ത്, അതിന്റെ മഹത്വങ്ങൾ പറയുന്നത് കാണാം. കാരണം ഇതാണ് ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറയുന്ന ആ പ്രത്യേക അമൽ. അതുകൊണ്ട് ഇത് നീ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മാത്രമല്ല വഹുന്ന യഹ്തുത്നൽ ഖതായ, ഇത് നിങ്ങളുടെ പാപങ്ങളെയൊക്കെ അത് കൊഴിച്ചു കളയും. കമാ തഹുത്തു ശജറതു വറഖഹ, മരം ഉണങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴുന്നില്ലേ, അതുപോലെ ആ മരം അതിൻ്റെ ഇലകളെയൊക്കെ കൊഴിച്ച് ഇടുന്നത് പോലെ, ഇലകളൊക്കെ ഉതിർന്ന് വീഴുന്നത് പോലെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളൊക്കെ ഉതിർന്ന് വീണുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതാകുന്നു എന്നർത്ഥം. മാത്രമല്ല വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം 4 ദിക്റുകൾ, പിന്നെ ഇപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതിനെപ്പറ്റി ഒന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റുണ്ടല്ലോ, ഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് നിശ്ചയം സ്വർഗത്തിലെ നിധിയാകുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അവിടെ നമുക്ക് നിധി കിട്ടും പോലെ അത്രയും വലിയ മഹത്വത്തോട് കൂടെ അത് കിട്ടും. അതുകൊണ്ട് വഅന്നഹാ ദവാഉൻ മിൻ 99 ദാ, അത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്, മെഡിസിനും കൂടിയാണ്. അതിനഹ അൽഹം, ആ രോഗങ്ങളിൽ ഏറ്റവും താഴെയുള്ളത് അത് ടെൻഷനാകുന്നു. നിങ്ങൾക്ക് ടെൻഷൻ മാറണമെങ്കിൽ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് വർദ്ധിപ്പിച്ചാൽ മതിയാകും എന്ന് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാനത് ലില്ലാഹി അലൈഹി നിഅമത്തുൻ വഹബ്ബ ബഖാഅഹ ഫൽയുക്സിർ, ആർക്കെങ്കിലും ഒരു നിഅമത്തുണ്ട്, ആ നിഅമത്ത് അത് ബാക്കിയാവണം, അത് ശേഷിക്കണം, അത് നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുക്സിർ, അവൻ വർദ്ധിപ്പിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതാകുന്നു. അപ്പൊ നമുക്ക് ഏത് നിലക്കൊക്കെ നമുക്ക് ധാരാളം പല നിലക്കും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടാണെങ്കിലും നമ്മുടെ കുടുംബപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അങ്ങനെ എല്ലാ നിലക്കും നമുക്ക് സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത് നമ്മൾ ഒന്നിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ 4 ദിക്റും പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതും നമ്മൾ ധാരാളം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് ഒരു 100 തവണ അല്ലെങ്കിൽ കഴിയില്ലെങ്കിൽ ഒരു 33 തവണ എത്രയാണോ നമുക്ക് കഴിയുന്നത് അല്ലെങ്കിൽ ഒരു 11 തവണ നമ്മളിത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഈ പറഞ്ഞ ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കും എന്നത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.